നിരവധി സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു വിപണിയാണ് നമ്മുടേത്. അതിൽ എല്ലാ സ്മാർട്ട് ഫോണുകളൊന്നും മികച്ച സ്മാർട്ട് ഫോണുകളല്ല. എന്നാൽ ചിലത് അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന നല്ല സ്മാർട്ട് ഫോണുകളുണ്ട്. അത്തരത്തിൽ 25,000 രൂപയിൽ താഴെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന കുറച്ച് നല്ല സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 25,000 രൂപയിൽ താഴെയുള്ളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന 5-6 സ്മാർട്ട് ഫോണുകൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്തായാലും ഈ ലിസ്റ്റിൽ ആദ്യം പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന നത്തിങ് 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. അതും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഏകദേശം 7,70,000 ആ ഒരു ANTUTU സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിൽ 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിൽ ഒരു ടെലിഫോട്ടോ സെൻസറും ഉണ്ട്. കൂടാതെ 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 32 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറയും ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ എല്ലാ ഫോണുകളിലും ടെലിഫോട്ടോ സെൻസർ കാണില്ല എന്നുള്ളത് ഓർക്കണം. അത് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ 5000 mAh ബാറ്ററി വിത്ത് 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. ഈ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ്. നമുക്കറിയാം നത്തിങ് OS ഏതാണ്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലുള്ളൊരു ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ്. അതുപോലെ ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററി ലൈഫ് 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൂ എങ്കിലും ആ ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാറ്ററി അമിതമായിട്ട് ഡ്രെയിൻ ആകാത്തുള്ള ഒരു മികച്ച ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മികച്ച ഡിസ്പ്ലേ അതുപോലെ മികച്ച ടെലിഫോട്ടോ സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, അത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. മികച്ച സ്റ്റീരിയോ സ്പീക്കറുകൾ തുടങ്ങിയ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആകുമ്പോൾ ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് കൂടി ഈ ഫോൺ വാങ്ങുന്നവർ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് ഇതിന്റെ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല. നിങ്ങളൊരു വലിയ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അതുപോലെ ഇതിന്റെ കുറവെന്ന് പറയുന്നത് സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ UFS 3.1 നൽകുന്ന ഫോണുകളുണ്ട്. മാത്രമല്ല ഈ ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളത് ഓർക്കണം. നമുക്കറിയാം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ നത്തിങ് പുറത്തിറക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ചാർജർ മറ്റ് സാംസങ്ങിൻ്റെയും ഐഫോണൊക്കെ ഒഴിവാക്കുന്ന പോലെ ഇതിനകത്തും ചാർജർ ഇല്ല. അതുപോലെ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിനകത്ത് ഉള്ളൂ എന്നുള്ളത് ഓർക്കണം. അതുപോലെ വയർലെസ് ചാർജിങ്ങോ സിം സപ്പോർട്ടോ ഫോണിനകത്തില്ല. അതൊന്നും പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും പറഞ്ഞപ്പോൾ എല്ലാം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 8GB RAM 128 GB വില 24,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 48,998 പേർ ചേർന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ അത്രയും ആളുകൾ, അതിലും കൂടുതൽ ആളുകൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒരു മികച്ച റേറ്റിംഗ്. അടുത്തായിട്ട് ലിസ്റ്റിലുള്ള മികച്ച മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQന്റെ ഭാഗത്ത് നിന്ന് iQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നത്തിങ് 3 എന്ന് പറയുന്നത് ഗെയിമിങ്ങിനാണെങ്കിൽ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗെയിമിംഗ് ഒക്കെ വേണമെങ്കിൽ iQ Neo 10R എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാം. 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ, അതും 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ വരൂ. ഇവിടെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഏകദേശം 1.4 മില്യൺ ANTUTU സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മികച്ച പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല ബാക്കിൽ നമുക്ക് 50 മെഗാ പിക്സൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറാണ്. അപ്പോൾ ടെലിഫോട്ടോ സെൻസർ നത്തിങ്ങിലെ പോലെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഓർക്കണം. അതുപോലെ സ്റ്റീരിയോ സ്പീക്കറാണ്, 6400 mAh ബാറ്ററിയാണ്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു ഫോണിനും ചില കുറവുകളും ഗുണങ്ങളുമുണ്ട്. ഗുണങ്ങളായിട്ട് പറയുന്നത് ഈ പറഞ്ഞ പോലെ മികച്ച പെർഫോമൻസ്, അതുപോലെ മികച്ച ബാറ്ററി ലൈഫ്, മികച്ച ഡിസ്പ്ലേ, മികച്ച 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ഓക്കേഷ് ആയിട്ടുള്ള ഒരു ക്യാമറ. പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് ഇവിടെ UFS 3.1 ആണ്. അതുപോലെ കുറവുകളായിട്ട് പറയേണ്ടത് ഈ ഒരു ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ്. IP റേറ്റിംഗ് വന്നിട്ട് IP65 മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 8GB RAM 128 GB വില എന്ന് പറയുന്നത് 24,998 രൂപയാണ്. ആമസോണിൽ 4,840 പേർ ചേർന്നുകൊണ്ട് 4.4 ആണ് ഇതിന്റെ ഒരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ലിസ്റ്റിൽ മൂന്നാമതുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി 14 Pro Plus എന്ന് പറയുന്ന 5G സ്മാർട്ട് ഫോണാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 6.83 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ, അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസർ, ഏകദേശം 8,20,000 ANTUTU സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആ ഒരു പ്രോസർ കാഴ്ചവെക്കുന്നത്. ബാക്കിൽ നമുക്ക് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി, 50 മെഗാ പിക്സൽ പെരിസ്കോപ്പിക് സെൻസർ ഉണ്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. 8 മെഗാ പിക്സൽ അൾട്രാ
അൾട്രാ വൈഡ് 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളാണ്. IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഫോൺ കൊടുത്തിട്ടുണ്ട്. നോക്കി, കഴിഞ്ഞ ഫോണിലൊക്കെ IP64, 65 ഒക്കെ വരുമ്പോഴാണ് ഇവിടെ IP69 റേറ്റിംഗ് വരെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, 3x ഒപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ടുള്ള ടെലിഫോട്ടോകൾ ഇതിൽ എടുക്കാം, മികച്ച ബാറ്ററി, സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ഉണ്ട്, 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് സെൻസർ ഉണ്ട് തുടങ്ങിയൊക്കെ ഇതിന്റെ ഒരു നേട്ടങ്ങളാവുമ്പോൾ ഇതിന്റെ കോട്ടങ്ങൾ പറയാവുന്നത് കുറച്ച് ബ്ലോട്ട് വേസുകൾ അധികമാണ്. അതുപോലെ 2 വർഷം വരേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും കുറവാണ്. ഫോണിന്റെ പ്രൈസിംഗ് വന്നിട്ട് 23,999 രൂപയാണ്. 8GB RAM, 256GB ഇന്റർണൽ സ്റ്റോറേജിന്റെ വില. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞെല്ലാം 128GB ആയിരുന്നെങ്കിൽ സ്റ്റോറേജ് ഓപ്ഷൻ, ഇവിടെ 256ന്റെ വിലയാണ് 23,999 രൂപ. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 15,201 പേർ ചേർന്നുകൊണ്ട് 4.4 റേറ്റിംഗ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ലിസ്റ്റിൽ ഉള്ള മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് OnePlusന്റെ പേരിലുള്ളതാണ്. OnePlus Nord CE5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതിന്റെ പ്രത്യേകത 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, അതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ MediaTekന്റെ 8350 എന്ന് പറയുന്ന പ്രോസറാണ്. ഏകദേശം 1.3 മില്യൺ ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ കിട്ടുന്നത്. ബാക്കിൽ നമുക്ക് 50 മെഗാ പിക്സൽ പ്രൈമറി, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മോണോ സ്പീക്കർ ആണ് എന്നുള്ളത് ഒരു കുറവാണ്. അതുപോലെ IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസേ ഉള്ളൂ. 7100 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് 7100 mAh ബാറ്ററി, അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. നല്ല ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മികച്ച പെർഫോമൻസ് ഉണ്ട്. ഓക്കേഷ് ആയിട്ടുള്ള ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ കുറവുകളിലായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് മോണോ സ്പീക്കർ, NFC സപ്പോർട്ട് ഇല്ല, അതുപോലെ eSIM സപ്പോർട്ട് ഇല്ല, പ്ലാസ്റ്റിക് ബാക്ക് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB RAM, 128GB വില 25,499 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ 4.5 ആണ് റേറ്റിംഗ്. ഏകദേശം 4,839 പേർ ചേർന്നാണ് ഈ ഒരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ലിസ്റ്റിൽ അവസാനമായിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നുള്ള Realme P3 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. കഴിഞ്ഞ് നമ്മൾ അണ്ടർ 20,000 ഒരു വീഡിയോ ചെയ്തിരുന്നു, കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം കേട്ടോ. അതിനകത്തും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റിയൽമിയുടെ ഒരു ഫോണാണ്. ഈ P സീരീസ് ഫോണുകൾ വന്നോ, മികച്ച അഗ്രസീവ് പ്രൈസിങ്ങിൽ കിടിലൻ സ്പെക്കാണ് റിയൽമി P സീരീസിൽ കൊടുക്കുന്നത്. ബാക്കിയുള്ളതിനെ പറ്റി ഞാനൊന്നും പറയില്ല, പക്ഷേ P സീരീസ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ Realme P3 Ultra ആണ് ഈ ലിസ്റ്റിലെ അടുത്ത ഫോൺ. ഇതിൻ്റെ പ്രത്യേകത 6.83 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, MediaTekന്റെ Dimensity 8350 Ultra എന്ന് പറയുന്ന പ്രോസർ. ഏകദേശം 1.45 മില്യൺ ആണ് ഇതിൻ്റെ ഒരു AnTuTu സ്കോർ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 50 മെഗാ പിക്സൽ പ്രൈമറി, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. നമുക്ക് 6000 mAh ബാറ്ററി ഉണ്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ബാറ്ററി, നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ഉണ്ട്, Corning Gorilla Glass 7i പ്രൊട്ടക്ഷൻ ഉണ്ട്, IP69 റേറ്റിംഗ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിനും ചില കുറവുകളുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ്, ബ്ലോട്ട് വേസുകൾ കൂടുതലുണ്ട് എന്നിവയാണ് ഇതിന്റെ കുറവുകൾ. 8GB RAM, 128GB വില എന്ന് പറയുന്നത് 21,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 16,342 പേർ ചേർന്ന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.4 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഫോണുകൾ നിങ്ങൾ ഏതെടുക്കും? നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏതെടുക്കും? ഞാൻ നത്തിങ് ഫോൺ 3A നോക്കുമ്പോൾ അതിനകത്ത് ഉള്ള കുറവെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വലിയ പ്രശ്നം ഒന്നും കാണുന്നില്ല. അതിനകത്ത് ചാർജർ ബോക്സിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു കുറവ്. IQ Neo 10R ഞാൻ അങ്ങനെ എടുക്കില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് പറയുന്നത്. കാരണം എനിക്ക് വലിയ ഗെയിമിംഗ് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് IQ Neo 10Rലേക്ക് ഞാൻ പോവില്ല. Realme 14 Pro Plus കുഴപ്പമില്ല. Nord CE5 എന്തായാലും ഞാൻ എടുക്കില്ല, കാര്യം മോണോ സ്പീക്കർ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. Realme P3 Ultra, അപ്പോൾ ഞാനാണെങ്കിൽ Realme P3 Ultra, അതിനകത്ത് വലിയ കുറവുകളൊന്നുമില്ല. P3 Ultrയോ അല്ലെങ്കിൽ നത്തിങ് ഫോൺ 3AO ആണ് എടുക്കുക. ഈ രണ്ട് ഫോണിനകത്ത് കുറച്ച് ഒരു വേറിട്ട് നിൽക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നത്തിങ് 3 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും, മാത്രമല്ല സോഫ്റ്റ്വെയർ ക്ലീൻ ആണ് നത്തിങ് 3യുടെ കാര്യത്തിൽ, ബ്ലോട്ട് വേസുകളൊന്നുമില്ല. അതേസമയം P3 Ultrയിൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട്. ഞാനാണെങ്കിൽ നത്തിങ് 3 എടുക്കും. നിങ്ങളോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.